കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ രാജ്യം എല്ലാ മേഖലകളിലും താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ സർവ്വ മേഖലയിലും കറുത്ത അധ്യായം ആയിരുന്നു മോദിയുടെ കഴിഞ്ഞ 10 വർഷങ്ങൾ. മോദിക്കും BJPക്കും ഒരു വോട്ട് പോലും ലഭിക്കാനുള്ള അർഹതയില്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്ന 15 ഡേറ്റാ പോയിന്റുകൾ ഇതാ. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം: വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതിനുശേഷം മിനിമം 100 പേർക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കുക. അങ്ങനെ 3 കോടി മലയാളി വോട്ടർമാരിലേക്കും ഈ വിവരം എത്തട്ടെ. 1. രാജ്യത്ത് വർഷം തോറും 2 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 20 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ്. എന്നാൽ വർഷത്തിൽ 10,000 പുതിയ അവസരങ്ങൾ പോലും സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. 2. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇടുമെന്ന് മോദി വാഗ്ദാനം ചെയ്തു. എന്നാൽ 10 വർഷമായിട്ടും ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 1 രൂപ പോലും ഇട്ടില്ല എന്ന് മാത്രമല്ല, വിദേശത്തുള്ള ഒരു കള്ളപ്പണവും തിരികെ കൊണ്ടുവന്നില്ല. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണത്തിൽ വലിയ വർധനവാണ് കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3. പെട്രോളിന്റെ വില 50 രൂപയാക്കി കുറയ്ക്കും എന്ന് പറഞ്ഞു. അതിപ്പോൾ ഇരട്ടിയിലധികമായി 110 രൂപയായിരിക്കുന്നു. 4. ഗ്യാസിന്റെ വില 400 രൂപയിൽ നിന്ന് 250 ആക്കും എന്ന് പറഞ്ഞു. അതിപ്പോൾ 1150. 5. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2014 55, ഇപ്പോൾ 125 രാജ്യങ്ങളിൽ 111 സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. അതുപോലെ ഉയരവും തൂക്കവും ഇല്ലാത്ത കുട്ടികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് ഏറ്റവും മുന്നിൽ. ചൈൽഡ് വേസ്റ്റിംഗ് റേറ്റ് 18.7% മാറിയിരിക്കുന്നു. ശ്രീലങ്ക 68 സ്ഥാനത്തും ബംഗ്ലാദേശ് 96 സ്ഥാനത്തുമാണെന്ന് ഓർക്കണം. 6. ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. രാജ്യത്തെ തൊഴിലില്ലാത്ത ജനങ്ങളിൽ 83% യുവാക്കളാണ്. ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരുടെ തൊഴിലില്ലായ്മ 2000-ലെ 35.2% നിന്നും 2 ഇരട്ടിയോളം വർദ്ധിച്ച് ഇപ്പോൾ 65.7%. 7. ഡെമോക്രസി ഇൻഡെക്സ് 2014 27, ഇപ്പോൾ 46. 8. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2014 69, ഇപ്പോൾ 71. 9. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2014 111, ഇപ്പോൾ 126. 10. ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സ് 2014 90, ഇപ്പോൾ 119. 11. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2014 76, വിശ്വഗുരുവിന്റെ കീഴിൽ ഇപ്പോൾ 80. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2014 140, ഇപ്പോൾ 161. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രസ് ഫ്രീഡം. 13. 2014 ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് പതിച്ചിരിക്കുകയാണ്. അതായത് പേരിന് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. റഷ്യയിലും നോർത്ത് കൊറിയയിലും വരെ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. 14. GDP വളർച്ച. മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ ആവറേജ് GDP വളർച്ച 6.85, മോദിയുടെ 10 വർഷം 5.75 മാത്രം. 15. വേൾഡ് പവർഫുൾ കൺട്രി റാങ്കിംഗ് 2014 ഇന്ത്യ ആദ്യ 10 സ്ഥാനത്തുണ്ടായിരുന്നു. വിശ്വഗുരുവിന്റെ 10 വർഷത്തിൽ ശക്തരായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഇന്ത്യ പുറത്തായിരിക്കുന്നു. അങ്ങനെ സർവ്വ മേഖലകളിലും രാജ്യം കുത്തനെ താഴോട്ട് പതിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു ടേം കൂടി മോദി അധികാരത്തിലെത്തിയാൽ ഇന്ത്യ പടുകുഴിയിലേക്ക് വീഴും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനാൽ ഒരു വോട്ട് പോലും BJPക്ക് ലഭിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് വാസ്തവം.